ഹായ് എവരിവൺ. നമ്മുടെ സാധാരണ ഒരു ദിവസം എടുക്കുക. നമ്മൾ സാധാരണയായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊന്ന് ഓർത്തെടുക്കുക. എന്നിട്ട് സാധാരണ ഒരു ദിവസം നമ്മളിപ്പോൾ ഇങ്ങനെ ആ ഒരു ദിവസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാധാരണ കാര്യങ്ങളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ അവിടുന്ന് മാറിയിട്ട് വേറൊരു വേൾഡിലോട്ട് ജമ്പ് ചെയ്യാം. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളെ നിർബന്ധിച്ച് ഗെയിം കളിപ്പിക്കണം. ഗെയിം കളിച്ചാലും നിങ്ങൾ മരിക്കും, ഗെയിം കളിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ എത്തിപ്പെടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെയുണ്ടാവും ആ ഒരു അവസ്ഥ എന്നുള്ളത്. അപ്പൊ ഈ ഒരു പ്ലോട്ടാണ് 2020 പുറത്തിറങ്ങിയിട്ടുള്ള ജപ്പാനീസ് സീരീസ് ആയിട്ടുള്ള ആലീസ് ഇൻ ബോർഡർലാൻഡ് എന്ന് പറയുന്ന സീരീസിനകത്തുള്ള പ്രധാനപ്പെട്ട പ്ലോട്ട് ഇതാണ്. സീരീസിന്റെ 2 സീസണാണ് ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 2020 ആദ്യത്തെ സീസണും 2022 രണ്ടാമത്തെ സീസണുമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ സീസൺ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഏകദേശം അതിന്റെ ഒരു എൻഡിങ് ആണ് എന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ 2025 അതിന്റെ 3rd സീസൺ കൂടി വരുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നുണ്ട്. ആലീസ് ഇൻ ബോർഡർലാൻഡ് എന്ന് പറയുന്ന സീരീസിൽ പ്രധാനമായിട്ടും ഗെയിമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഗെയിം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ ഡ്രാമ ആണ് ഈ ഒരു സീരീസ്. അപ്പോൾ ഇതേപോലൊരു സീരീസ് നമുക്ക് വേറെ അറിയാം, സ്ക്വിഡ് ഗെയിം. നല്ലപോലെ ഇതിനേക്കാളും പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരീസ് ആണ് സ്ക്വിഡ് ഗെയിം. പലപ്പോഴും ആളുകൾ സ്ക്വിഡ് ഗെയിമിനെയും അതുപോലെ തന്നെ ഈ ഒരു സീരീസിനെയും വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നതൊക്കെ കാണാം. ചിലവർ സ്ക്വിഡ് ഗെയിം ആണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് കേൾക്കാം, ചിലവർ പറയാം ഇല്ലെങ്കിൽ ആലീസ് ഇൻ ബോർഡർലാൻഡ് ആണ് ഏറ്റവും മികച്ചത്. ആ തരത്തിലൊക്കെ കമ്പാരിസൺ ചെയ്യുന്നത് കാണാം. പക്ഷെ അത്തരത്തിലുള്ള കമ്പാരിസന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം രണ്ടും രണ്ട് തരത്തിലുള്ള സീരീസ് ആണ്. സ്ക്വിഡ് ഗെയിമിലും അതുപോലെ തന്നെ ആലീസ് ഇൻ ബോർഡർലാൻഡിലും കോമൺ ആയിട്ട് വരുന്നത് ഗെയിമാണ്. ഗെയിം കളിക്കണം, ഗെയിം കളിച്ചു കഴിഞ്ഞിട്ട് അതിനകത്ത് തോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവൻ നഷ്ടപ്പെടും. ഗെയിം കളിച്ചില്ല എന്നുണ്ടെങ്കിലും ജീവൻ നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള ഈ ഒരു കോമൺ കാര്യം ഇതാണ് ഈ 2 സീരീസിനെയും ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ 2 സീരീസിനെയും കമ്പയർ ചെയ്യാൻ പലവരെയും പ്രാപ്തമാക്കുന്ന ആ ഒരു കോമൺ എലമെന്റ് പറയുന്നത്. ഈ ഒരു എലമെന്റ് ഒഴിച്ചു നിർത്തിയാൽ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള 2 സീരീസാണ് സ്ക്വിഡ് ഗെയിമും അതുപോലെ തന്നെ ആലീസ് ഇൻ ബോർഡർലാൻഡും. ആലീസ് ഇൻ ബോർഡർലാൻഡിലോട്ട് വരുമ്പോൾ അതില് ഉസാഗി അതുപോലെ തന്നെ അരിസു തുടങ്ങിയിട്ടുള്ള കഥാപാത്രങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. തുടക്കം മുതൽ അവസാനം വരെ ഈ ഒരു 52 ഗെയിമാണ് അതിനകത്ത് മൊത്തം വരുന്നത്. ആ ഒരു ഗെയിം മൊത്തം തീരുന്നത് വരെ കാണിക്കുന്ന പ്ലേയേഴ്സ് ഈ 2 പേരാണ്. ആലീസ് ഇൻ ബോർഡർലാൻഡ് വരുന്ന സമയത്ത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നൈസ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു സീരീസ് ആണ് ഈ ഒരു ആലീസ് ഇൻ ബോർഡർലാൻഡ്. അതിനകത്ത് യാതൊരു സംശയമില്ല, മറ്റ് സീരീസുകളായിട്ട് കമ്പയർ ചെയ്യുന്നതിലുപരി സ്വന്തം നിലയ്ക്ക് തന്നെ മികച്ചൊരു സീരീസ് ആണ് ആലീസ് ഇൻ ബോർഡർലാൻഡ്. മറ്റ് സീരീസുകളെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നും സത്യത്തിൽ ആലീസ് ഇൻ ബോർഡർലാൻഡിനില്ല. കാരണം അത്രത്തോളം സൂപ്പർ ആയിട്ടുള്ള ഒരു സീരീസ് ആണിത്. വളരെയധികം ത്രില്ലടിപ്പിക്കുന്ന, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 സീസണും ഒറ്റയടിക്കിരുന്ന് കാണാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സീരീസ് ആണ്. ഒരു ബോറടിയോ ലാഗോ അങ്ങനത്തെ ഒന്നും നമുക്ക് ഈ ഒരു സീരീസിന്റെ ഇടയിൽ തോന്നുന്നു. ഒരു സീസണിൽ 8 എപ്പിസോഡാണ് വരുന്നത്. അങ്ങനെ 2 സീസണിലും കൂടി ആയിട്ട് 16 എപ്പിസോഡാണ് അങ്ങനെ മൊത്തത്തിൽ വരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ത്രില്ലിംഗ് എലമെന്റ് കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 16 എപ്പിസോഡും ഒറ്റയ്ക്കിരുന്നിട്ട് കാണാൻ സാധിക്കും. കാരണം അങ്ങനെയാണ് അത് പോയിട്ടുള്ളത്. അതിനകത്ത് ലാഗും മറ്റു കാര്യങ്ങളും അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളത്, ഇതിനകത്ത് വന്നു പോകുന്ന ചെറിയൊരു ക്യാരക്ടറിന് ഉൾപ്പെടെ അവരുടെ ഒരു ബാക്ക് സ്റ്റോറി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. വെറുതെ വരിക, ഗെയിം കളിക്കുക, മരിച്ചു പോവുക അല്ലെങ്കിൽ ഇങ്ങനെയല്ല. അതിനകത്ത് വന്നു പോകുന്ന ക്യാരക്ടേഴ്സിന്റെ ഒക്കെ തന്നെ ഒരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ എന്താണ് ആ ക്യാരക്ടർ എന്നുള്ളത്, എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്, എങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിന്നാണ് വരുന്നത് എന്നുള്ളത് ആ ഒരു കാര്യം ഇതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലാതെ കേവലം ഒരു പ്ലെയർ വരുന്നു, പ്ലെയർ കളിക്കുന്നു, മരിക്കുന്നു, അല്ലെങ്കിൽ ചിലവർ ജയിച്ചു പോകുന്നു. ഇതിനപ്പുറത്തേക്ക് ഈ ക്യാരക്ടർ ബിൽഡപ്പിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഇമോഷൻസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ആലീസ് ഇൻ ബോർഡർലാൻഡ്. നമുക്ക് സ്ക്വിഡ് ഗെയിമിലൊന്നും ആ ഒരു രീതിയിലുള്ള ഇമോഷൻസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ നമുക്ക് അത്രത്തോളം എടുത്തു കാണിക്കുന്നൊന്നുമില്ല. പക്ഷെ ഈ ഒരു ജപ്പാനീസ് സീരീസിനകത്ത് കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ള, കുറച്ചും കൂടി നമ്മുടെ ആ ഒരു വ്യക്തിത്വപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കാണിച്ച് ഒരു ക്യാരക്ടർ എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു സീരീസിൽ. അപ്പോൾ ഒരു തരത്തിലും ബോറടിപ്പിക്കാത്ത ഒരു സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ ത്രില്ലർ ആയിട്ടുള്ള ഒരു സീരീസ് ആണ് നിങ്ങൾ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന ഒന്നാണ് ആലീസ് ഇൻ ബോർഡർലാൻഡ്. ഒരു സംശയമില്ല കാര്യത്തിൽ. ജപ്പാനീസ് സീരീസ് ആണെങ്കിൽ കൂടി നമുക്കത് ഇംഗ്ലീഷ് ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. സോ ആ ഒരു ലാംഗ്വേജ് ഇഷ്യൂ നമുക്ക് വരുന്നില്ല. സയൻസ് ഫിക്ഷൻ ത്രില്ലർ ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. ഈ ഒരു ജോണർ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ആലീസ് ഇൻ ബോർഡർലാൻഡ്. അതൊരിക്കലും നമ്മളെ നിരാശപ്പെടുത്തില്ല, അത് ഗ്യാരണ്ടിയാണ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.